ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈസി എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിന് അതുപോലെ തന്നെ തുടക്കക്കാർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെയാണത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 6 മുട്ടയാണ് പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുന്നത്. 6 മുട്ട ഇല്ലെങ്കിൽ 3 മുട്ട എടുത്താലും മതി. ഇവിടെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തക്കാളിയും സവാളയൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് സവാളയും നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന കുക്കറിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സവാള ചെറുതായി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഒന്ന് നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ അതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് ഒരു മാറ്റി വെച്ചിരിക്കുന്ന ഒരു 8-10 കാഷ്യൂവും ഒരു 10-20 റൈസിൻസും പിന്നെ ഒരു 4-5 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിയും വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 4-5 പട്ടയും 2-3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്കായിട്ട് ഒരു സവാള ചെറുതായി സ്ലൈസ് ചെയ്ത് കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിൻ്റെ ഈ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. സവാളയുടെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്കായിട്ട് ഒരു പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേസ്റ്റ് 1/5 നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 6-7 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചെറുതായിട്ടൊന്ന് മിക്സിയിട്ട് അടിച്ചതാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വെന്ത് വരണം. ഈ തക്കാളിയൊക്കെ ഉടഞ്ഞ് വെന്ത് വരുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോഴേക്കും നമ്മുടെ മുട്ട റെഡിയാക്കാം. അപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ച മുട്ട അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. തക്കാളി ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്യാം. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്കായിട്ട് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. 3 ഗ്ലാസ് ബസ്മതി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് 4.5 ഗ്ലാസ് ചെറുചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലേക്കായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം, ഒന്ന് തിളച്ച് വരട്ടെ എല്ലാം. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ റൈസും ചേർത്ത് കൊടുക്കാം. റൈസ് എടുക്കുമ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം. എന്നിട്ട് നല്ലോണം കഴുകിയ ശേഷം ഇതുപോലുള്ള പാത്രത്തിൽ വെള്ളം പോകാനായിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ പോയ ശേഷം വേണം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ. റൈസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വെള്ളത്തിൻ്റെ പാകത്തിൽ എല്ലാം ഒന്ന് ഒതുക്കി കൊടുത്താൽ മാത്രം മതി. എല്ലാം ഒന്ന് ഒപ്പത്തിനാക്കിയ ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഒരു വിസിൽ വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. വിസിൽ വന്ന ശേഷം ഈ മുഴുവൻ പ്രഷർ റിലീസ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യണ്ട. ബസ്മതി റൈസ് ആയതുകൊണ്ട് പകുതി പ്രഷർ ഞങ്ങൾ കളയുക ചെയ്തത്. അല്ലെങ്കിൽ ഫുൾ പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അരി നല്ലോണം വെന്തുടയും. ഇതിപ്പോൾ നല്ല കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൂപ്പർ ടേസ്റ്റി എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം. ഇനി ലാസ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. ഞങ്ങളിവിടെ സാലഡാണ് ഇതിനോടൊപ്പം കഴിക്കാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. Thanks for watching.